ജെറമ്യ 45 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യൂദാ രാജാവായ ജോസയുടെ മകൻ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം വർഷം നേര്യയുടെ മകനായ ബാറൂക്ക് ജെറമ്യ പറഞ്ഞു കൊടുത്തതെല്ലാം ഒരു പുസ്തകത്തിലെഴുതി. ബാറൂക്ക്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു, ഞാൻ എത്ര ദുർഭകൻ! കർത്താവ് എൻ്റെ യാതനകൾക്കുമേൽ ദുഃഖം കടന്നുകൂടുന്നു. നെടുവീർപ്പുകളാൽ ഞാൻ തളർന്നു, എനിക്കൊരാശ്വാസവുമില്ല എന്ന് നീ പറഞ്ഞു. അവനോട് ഇപ്രകാരം പറയുക എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു തകർക്കുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പിഴുതെടുക്കുന്നു. ഈ ദേശത്തോട് മുഴുവൻ ഞാനത് ചെയ്യും. നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ? ഒന്നും ആഗ്രഹിക്കേണ്ട. ഇതാ സർവമർത്യരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു. എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും. ജെറമ്യ 46 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ജനതകൾക്കെതിരെ ജെറമ്യ പ്രവാചകനോട് അരുളി ചെയ്ത വചനങ്ങൾ. ഈജിപ്തിനെ കുറിച്ച്. ജോസയുടെ മകനും യൂദാ രാജാവുമായ യഹോയാക്കീമിൻ്റെ 4-ാം ഭരണവർഷം ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ യൂഫ്രട്ടീസ് നദീതീരത്തെ കർക്കശമിൽ വെച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ ഫറവോ ആയ നെഖോയുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം. പടച്ചട്ടയും പരിചയും ധരിച്ച യുദ്ധസന്നദ്ധരായി മുന്നേറുവിൻ. അശ്വസൈന്യമേ, കുതിരകൾക്കെ കൂപ്പിട്ട് ജീനിമേൽ ഇരിപ്പുറപ്പിക്കുവിൻ. നിങ്ങൾ പടത്തൊപ്പി ധരിച്ച് അണിനിരക്കുവിൻ. കുന്തം മിനുക്കുവിൻ, ഉരസ്ത്രാണം അണിയുവിൻ. എന്താണ് ഈ കാണുന്നത്? അവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു. പടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിലോടുന്നു. സംഭീതിയാണ് ഇവിടെയും കർത്താവ് അരുളി ചെയ്യുന്നു. വേഗം മറിയവന് ഓടി അകലാനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല. വടക്ക് യൂഫ്രട്ടീസ് തീരത്ത് അവർ കാലിടറി വീണിരിക്കുന്നു. നൈലിനെ പോലെ ഉയരുകയും കൂലം തകർക്കുന്ന പ്രവാഹം പോലെ ഇരുമ്പ് കയറുകയും ചെയ്യുന്ന ഇവൻ ആര്? നൈൽ കണക്കെ ഈജിപ്ത് ഉയർന്നു വരുന്നു. കൂലം തകർക്കുന്ന പ്രവാഹം പോലെ തിരയടിച്ചുയരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഉയർന്ന ഭൂമിയെ മൂടും, നഗരങ്ങളെയും നഗരനിവാസികളെയും ഞാൻ നശിപ്പിക്കും. കുതിരകളെ മുന്നോട്ട്, രഥങ്ങളെ ഇരച്ചു കയറും. പടയാളികൾ മുന്നേറട്ടെ. പരിചയേന്ത്യ എത്യോപ്യക്കാരും പുത്തുകാരും വില്ലാളി വീരന്മാരായ ലിതിയാക്കാരും മുന്നേറട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദിനമാണിത്. പ്രതികാരത്തിൻ്റെ ദിനം, ശത്രുക്കളോട് പക വീട്ടുന്ന ദിനം. അവരെ സംഹരിച്ച് വാളിന് മതി വരും. അവരുടെ രക്തം തൃപ്തിയാവോളം കുടിക്കും. ഉത്തരദിക്കിൽ യൂഫ്രട്ടീസ് തീരത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു യുഗം അർപ്പിക്കുന്നു. ഈജിപ്തിൻ്റെ കന്യകയായ പുത്രി, ഗിലെയാദിലേക്ക് പോകൂ, തൈലം കയ്യിലെടുക്കൂ. നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു, എല്ലാം പാഴായിപ്പോയി, നിനക്ക് രോഗശാന്തിയില്ല. ജനപദങ്ങൾ നിന്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു. ഭൂമി മുഴുവൻ നിന്റെ നിലവിളി മുഴങ്ങുന്നു. പടയാളികൾ പരസ്പരം തട്ടി വീഴുന്നു. ഈജിപ്തിനെ ചവിട്ടി മെതിക്കാനുള്ള ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ വരവിനെക്കുറിച്ച് ജെറമ്യ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു. ഈജിപ്തിൽ പ്രഖ്യാപിക്കുക, മിഗ്ദോയിലും മെംഫിസിലും തഖ്പൻഹസിലും വിളിച്ചു പറയുക, ഒരുങ്ങിയിരിക്കുവിൻ, സദാ ജാഗ്രതയായിരിക്കുവിൻ. നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം ഖഡ്ഗം ഗ്രസിക്കാൻ പോവുകയാണ്. എൻ്റെ അപ്പീസ് നിബന്ധിച്ചു, നിന്റെ ആ കാളക്കൂറ്റിൻ ഉറച്ച് നിൽക്കാൻ എന്തുകൊണ്ട്? കർത്താവ് അവനെ ചവിട്ടി വീഴ്ത്തിയിരിക്കുന്നു. നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു. മർദ്ദകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട നമുക്ക് സ്വന്തം നാട്ടിലേക്കും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്കും തിരിച്ചു പോകാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. അവസരം പാഴാക്കുന്ന വായാടി എന്ന ഈജിപ്ത് രാജാവായ ഫറവോയെ വിളിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തന്റെ നാമത്തിൽ ശബ്ദം ചെയ്യുന്നു. മലകളിൽ താബോറും സമുദ്രതീരങ്ങളിൽ കാർമലും എന്ന പോലെ ഒരുവൻ വന്നു ചേരും. ഈജിപ്ത് നിവാസികളെ പ്രവാസത്തിന് ഭാണ്ഡമൊരുക്കുവിൻ. മെംഫീസ് വിജനമായ നാശകൂമ്പാരമായി തീരും. ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ്. വടക്ക് നിന്ന് വരുന്ന കാട്ടീച്ച അതിനെ ആക്രമിക്കും. അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ പോലെയാണ്. ഇതാ ചെറുത്തു നിൽക്കാനാവാതെ അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു. അവരുടെ വിനാശദിനം എത്തിയിരിക്കുന്നു.
അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം. സീൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ. ശത്രു സൈന്യം അവൾക്കെതിരെ വരുന്നു. മരം വെട്ടി വീഴ്ത്തുന്നവരെ പോലെ മഴവുമായി അവൻ വരുന്നു. എത്ര നിബിഡമായിരുന്നാലും അവളുടെ വചനം അവർ വെട്ടി നശിപ്പിക്കും. എന്തെന്നാൽ അവർ വെട്ടുകിളികളേക്കാൾ അസംഖ്യമാണ്. ഈജിപ്തിൻ്റെ പുത്രി ലജ്ജയായി തീരും. വടക്ക് നിന്ന് വരുന്ന ജനത്തിൻ്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: തേബസിലെ ആമോനെയും ഫറവോയെയും ഈജിപ്തിനെയും അവരുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും ഫറവോയുടെ ആശ്രിതരെയും ഞാൻ ശിക്ഷിക്കും. അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും. എന്നാൽ പിന്നീട് ഈജിപ്ത് പഴയതുപോലെ ജനവാസമുള്ളതാകും. എൻ്റെ ദാസനായ യാക്കോബെ, ഭയപ്പെടേണ്ട. ഇസ്രായേലെ, പരിഭ്രമിക്കേണ്ട. ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും. യാക്കോബ് മടങ്ങി വരും. അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും. ആരും അവനെ ഭയപ്പെടുകയില്ല. എൻ്റെ ദാസനായ യാക്കോബെ, ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും. എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല. ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും. നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല.